വളരെ വാശിയേറിയ പോരാട്ടമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത്. കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും വാശിയേറിയ മത്സരം നടക്കുന്നുണ്ട് എങ്കിലും പ്രധാനമായും വട്ടിയൂർക്കാവ് മണ്ഡലമാണ് ഇന്ന് പരിശോധിക്കുന്നത്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ നിലവിലത്തെ സ്ഥിതി നമുക്ക് നോക്കാം. വട്ടിയൂർക്കാവ് മണ്ഡലം നിലവിൽ മേയർ ബ്രോ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മുൻ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിരുന്ന വി കെ പ്രശാന്താണ്. വി കെ പ്രശാന്ത് ജനകീയനാണ്, ജനകീയ മുഖമുണ്ട്, ജനങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, എല്ലാവർക്കും പ്രിയങ്കരനായ ഒരാളാണ്. 2 തവണ MLA ആയ വ്യക്തി കൂടിയാണ്. 2019 വി കെ പ്രശാന്ത് ആദ്യമായി വട്ടിയൂർക്കാവിൻ്റെ MLA ആവുന്നത്. അന്ന് അദ്ദേഹം 14,465 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചു വന്നത്. അത് 2021 നിലവിൽ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 21,515. അപ്പോൾ ഓരോ രണ്ട് ഘട്ടങ്ങളിലായിട്ടും വി കെ പ്രശാന്ത് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കൂട്ടുകയാണ് ചെയ്തത്. ഇപ്പോൾ സ്ഥാനാർത്ഥികൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് എതിർത്ത് നിന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് 2ാം സ്ഥാനം എത്തിയിരുന്നത് ഇന്നത്തെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായ വി രാജേഷ് ആയിരുന്നു. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ഓരോ സ്ഥാനാർത്ഥികളെയും കുറിച്ച് പരിശോധിക്കാം. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഔദ്യോഗിക പ്രഖ്യാപനം ഇല്ല എങ്കിൽ പോലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മത്സരിക്കുന്നത് കെ മുരളീധരനാണ്. ആദ്യം അദ്ദേഹം മത്സരിക്കുന്നത് 2011 അദ്ദേഹത്തിന് അന്ന് 16,367 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. 2016 അദ്ദേഹം മത്സരിക്കുന്ന സമയത്ത് അതിന് 7,622 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അയച്ചു. അപ്പോൾ 2 പ്രാവശ്യം 2011 2016 അടുത്തടുത്ത് 2 തവണ അദ്ദേഹം ആയിരുന്നു ഇതായി വന്നിരുന്നത്. പിന്നീട് 2019 അദ്ദേഹം MP ആയിട്ട് മാറുന്നു. ആ MP ആയിട്ട് മാറുന്ന സാഹചര്യത്തിലാണ് പിന്നീട് 2019 അവിടെ ഇലക്ഷൻ വരുന്നു. ആ ഇലക്ഷനോടുകൂടിയാണ് ഇന്നത്തെ MLA ആയിട്ടുള്ള വി കെ പ്രശാന്ത് 2019 ആദ്യമായി അവിടുത്തെ MLA ആയി വരുന്നത്. അന്ന് അദ്ദേഹം 14,465 വോട്ടുകൾക്കാണ് വി കെ പ്രശാന്ത് 2019 മണ്ഡലത്തിൽ വരുന്നത്. എന്നാൽ 2021 21,515 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അവിടെ നിന്നും ജയിക്കാൻ കഴിയുന്നത്. 2 തവണ തുടർച്ചയായി ജയിച്ചു വന്ന വി കെ പ്രശാന്താണ് 3ാം തവണയും അവിടെ ജനവിധി തേടുന്നത്. അപ്പോൾ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം 2 തവണ MLA ആയിരുന്നു. അതിനുശേഷം നല്ലൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതിന് അദ്ദേഹം ഇറങ്ങിയതോടുകൂടിയാണ് കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്നും ആ മണ്ഡലം പോകുന്നത്. അതിനുശേഷം 2016 മോഹൻകുമാർ ആയിരുന്നു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട്. അദ്ദേഹത്തിന് 2ാം സ്ഥാനത്ത് എത്താൻ സാധിച്ചു. 2021 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 3ാം സ്ഥാനത്തായിരുന്നു. വീണയാണ് അന്ന് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. അന്ന് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ഇന്നത്തെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിട്ടുള്ള വി രാജേഷാണ് 2ാം സ്ഥാനത്തെത്തുന്നത്. BJPയുടെ സ്ഥാനാർത്ഥി ശ്രീലേഖ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ശാസ്തമംഗലം വാർഡിൻ്റെ കൗൺസിലർ കൂടിയാണ്. മുൻ DGP ആണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ DGP. ഒട്ടനവധി വിശേഷണങ്ങൾ ഒട്ടനവധി ബഹുമതികളും നേടിയ ഒരു വ്യക്തിത്വമാണ് ശ്രീലേഖ കൗൺസിലർ സ്ഥാനത്ത് നിന്നിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നു. BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ തൊട്ടു മുൻപിൽ നിലവിലെ കോർപ്പറേഷൻ മേയറായിട്ടുള്ള വി രാജേഷ് 2ാം സ്ഥാനത്തെത്തിയ ആ ഒരു ആനുകൂല്യം, അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1ാം സ്ഥാനത്തെത്താൻ സാധിച്ച മണ്ഡലം എന്നൊക്കെയുള്ള ഒരു ആനുകൂല്യം ശ്രീലേഖയ്ക്കുണ്ട്. അതുമാത്രമല്ല, പ്രധാനപ്പെട്ട വേറൊരു കാര്യം കൂടെ ഉള്ളത്, നമ്മുടെ ഈ വട്ടിയൂർക്കാവ് മണ്ഡലം ഉൾപ്പെടുന്ന 10 കോർപ്പറേഷൻ വാർഡുകളിൽ 8 വാർഡും BJPയുടെ കൗൺസിലർമാരാണ്. ഒരു വാർഡ് LDFും ഒരു വാർഡ് UDFുമാണ്. അപ്പോൾ ആ ഒരു മേൽക്കൈ ശ്രീലേഖയ്ക്കുണ്ട്. ഇവിടെ ജനകീയനായിട്ടുള്ള നിലവിലെ MLA ആയിട്ടുള്ള വി കെ പ്രശാന്ത്, അതുപോലെ തന്നെ അടിസ്ഥാനപരമായ വോട്ടുകൾ കൂടുതലുള്ള വിധം കൂട്ടി വരുന്ന BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, ഇത്രയും വാർഡ് മെമ്പർമാർ നൽകുന്ന ആനുകൂല്യം, അതെല്ലാമായി മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥി, മുൻപ് 2 തവണ MLA ആയിട്ടുള്ള കെ മുരളീധരൻ. അപ്പോൾ ഈ 3 പേരും ഉൾപ്പെടുന്ന ശക്തമായ ഒരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി വട്ടിയൂർക്കാവ് മണ്ഡലത്തിലുണ്ട്. കാവിൻ്റെ വിളക്കായി ആര് മാറും എന്നറിയാൻ നമുക്ക് മെയ് മാസം 4-ാം തീയതി വരെ കാത്തിരിക്കേണ്ടതായിട്ട് വരും. വട്ടിയൂർക്കാവ് മണ്ഡലത്തിനെ കുറിച്ചിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.